കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ്. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങളെ നന്നാക്കാനാണോ? അല്ല, സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോണത്? മുസ്ലിം സംഘടനകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവെച്ച് തരണം. അതിലാർക്കും തർക്കമില്ല. ആർക്കാ തർക്കം? ആരാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഒരു സംശയവും വേണ്ട, അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ്. പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. വഖഫ് കിട്ടു വരട്ടെ, അപ്പത്തീരും മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജുവിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഉണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വഖഫ് ബില്ലും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. അതിനെയല്ലേ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർക്കണം. 5 മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ. പക്ഷെ തീർക്കൂല. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട്, നമുക്കറിയാം. രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിന്റെ അടിയിൽ എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, ഞാൻ അതാണ് പറഞ്ഞത്. ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഈ പ്രശ്നം വഖഫ് ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി, നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, അതാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത്. അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ആലോചിച്ച് നോക്കൂ, ഇതൊരു വേണ്ടാത്ത പണിയല്ലേ?